ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന സന്തോഷകരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ, കുറേ സൗഹൃദങ്ങൾ ഉണ്ടാകുമല്ലോ, അതിലേതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെന്ന്. നിങ്ങൾക്കും അങ്ങനെ സൗഹൃദങ്ങൾ ഉണ്ടാവും, ആലോചിക്കാം. ഏതാണ്ട് 2 വർഷം മുമ്പ് ഞാൻ കാനഡയിലേക്ക് പോയപ്പോൾ അവിടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓട്ടവയിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് ഒരു 14-15 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്നതും ഓട്ടോവയിൽ തന്നെയാണ്. ഓട്ടോയുടെ പ്രാന്തപ്രദേശമാണ്. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം എന്ന് പറഞ്ഞാൽ അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെയാണ് ഈ ഓട്ടോവ റിവർ. ഈ ഓട്ടോവ റിവറിനോട് ചാരിയിട്ട് അങ്ങ് വരെ, ഓട്ടോവ ടൗൺ വരെ, തലസ്ഥാന നഗരം വരെ, അത് കഴിഞ്ഞിട്ടും പോകുന്ന ഒരു ട്രാക്ക് ഉണ്ട്. 2 വഴിയാണ്. അത് വരുന്നവർക്കും പോകുന്നവർക്കും 2 വഴിയാണ്. 2 വേ എന്ന് പറയാം ട്രാക്ക്. അവിടെ വാഹനങ്ങളൊന്നും വരില്ല, ബസ്സോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. സൈക്കിളും ഈ നടത്തക്കാരും ഓട്ടക്കാരും മാത്രമാണ്. അപ്പൊ ഞാൻ ദിവസേന അങ്ങനെ ഇങ്ങനെ ആ ഒരു സൈക്കിൾ എടുത്തിട്ട് രാവിലെ ഇറങ്ങും. ഉച്ചയാകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരിക. കുറച്ച് ദീർഘം പോകാൻ പറ്റുന്ന 20-25 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് തന്നെ പോകാം. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ രാവിലെ സൈക്കിൾ എടുത്തിട്ട് പുറപ്പെട്ടു. ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എൻ്റെ സൈക്കിളിൽ ടയറിൽ എയറില്ല. നിർത്തേണ്ടി വന്നു. അങ്ങനെ പാതയോരത്ത് ഇങ്ങനെ നിർത്തി നിൽക്കുകയാണ്, എന്ത് ചെയ്യാമെന്ന് അറിയാതെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അപരിചിതൻ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് സൈക്കിൾ നിർത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്താ ചോദിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ സൈക്കിളിൻ്റെ കാറ്റ് പോയതാണ് പറഞ്ഞു. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന്റെ സൈക്കിൾ ഘടിപ്പിച്ചിരിക്കുന്ന പമ്പെടുത്ത് എൻ്റെ സൈക്കിൾ നിറച്ചു തന്നു. അത് കഴിഞ്ഞ് അടുത്തുള്ള ഒരു ബെഞ്ചിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു, കുറേ സംസാരിച്ചു. ഒരു സൗഹൃദമായിട്ട് വളർന്നു. പോകാൻ സമയത്ത്, പിരിയാൻ സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. വളരെ രസകരമായ ചിരിയും ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ. അദ്ദേഹം ഒരു മെക്സിക്കോക്കാരനായിരുന്നു. അങ്ങനെ ആ ഒരു നിമിഷം എപ്പോഴും ഓർക്കുകയാണ്. നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാൾ വരുന്നു. ലോകത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ചെന്നപ്പെട്ടും അവിടെ ഒരു പരിചയക്കാരനെ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോഴേ, അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം രാവിലെയൊക്കെ മീറ്റിംഗ് ഉണ്ടാകുകയാണെങ്കിൽ സുഹൃത്തുക്കൾ 1-2 ആൾക്കാരെ കൂട്ടിയിട്ട് രാവിലെ ചായ കുടിക്കാൻ പോകും റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പൊ ആ ചായ കുടിക്കുന്നതും ആ ഭക്ഷണവും ആ സംസാരവും ഒക്കെ എന്നും നിലനിൽക്കുന്നത് പോലെ നല്ല ആഹ്ലാദം തരുന്ന സന്ദർഭങ്ങളായി നിലനിൽക്കുന്നു. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഓർക്കാനുണ്ടാവും തീർച്ചയായിട്ടും. ഇത്തരം സന്ദർഭങ്ങളൊന്നുമില്ലാതെ, സൗഹൃദങ്ങളില്ലാതെ ഉള്ള ജീവിതം ആലോചിക്കുന്നത് തന്നെ എപ്രകാരമാണെന്ന് വെച്ചാൽ ഒരു മരുഭൂമി പോലെയാണ്. അവിടെ ആരും തരാനോ കൊടുക്കാനോ ഒന്നുമില്ല. വരൾച്ച ബാധിച്ച് കിടക്കുന്ന മരുഭൂമി പോലെ. നമുക്കെല്ലാവർക്കും സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ എപ്പോഴും നട്ടു വളർത്തി അതിലൂടെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന് ജീവൻ ഉണ്ടാകുന്നത്. വീണ്ടും കാണാം അടുത്തൊരു എപ്പിസോഡിലൂടെ. ഗുഡ് ബൈ.